ഏറെക്കാലത്തിനും നീണ്ട നിയമ പോരാട്ടങ്ങൾക്ക് ശേഷമാണ് ദക്ഷിണ റെയിൽവേയിൽ ഹിതപരിശോധന നടത്തുന്നത്. അംഗീകൃത തൊഴിലാളി യൂണിയനെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഹിതപരിശോധന നടത്തുന്നത്. നീണ്ട നിയമ പോരാട്ടങ്ങൾക്ക് ശേഷമാണ് ഹിതപരിശോധന നടത്തിയത്. ആ ഹിതപരിശോധനയിൽ CITUവിൻ്റെ ദക്ഷിണ റെയിൽവേയിലെ അംഗീകരിച്ച സംഘടനയായിട്ടുള്ള DRU ദക്ഷിണ റെയിൽവേ എംപ്ലോയീസ് യൂണിയന് അംഗീകാരം ലഭിച്ചിരിക്കുകയാണ്. 30% മുകളിൽ വോട്ട് നേടിയാണ് DRU അംഗീകാരം ലഭിച്ചത്. മാത്രമല്ല, മറ്റൊരു തൊഴിലാളി സംഘടനയായിട്ടുള്ള സദേൺ റെയിൽവേ മസ്ദൂർ യൂണിയനാണ് മറ്റൊരു സംഘടന. 30% മുകളിൽ വോട്ട് നേടിയ മറ്റൊരു സംഘടന. അത് രാഷ്ട്രീയമായ ആഭിമുഖ്യമില്ലാത്ത HMS എന്ന് പറയുന്ന ഒരു സംഘടനയുടെ കീഴിലുള്ളതാണ്. സദേൺ റെയിൽവേ മസ്ദൂർ സംഘ്, HMS, ഹിന്ദുസ്ഥാൻ മസ്ദൂർ സംഘിൻ്റെ കീഴിലാണ് ആ സംഘടനയുള്ള. അവർക്ക് രണ്ടുപേർക്കും മാത്രമാണ് 30%-നുള്ളിൽ തൊഴിലാളികളുടെ വോട്ട് കിട്ടി അംഗീകൃത തൊഴിലാളി യൂണിയനായത്. ഡിസംബർ 4 മുതൽ 6 വരെ നടന്ന റെയിൽവേ അംഗീകൃത യൂണിയനായിട്ടുള്ള ഹിതപരിശോധനയിൽ 12 ലക്ഷത്തോളം ജീവനക്കാരാണ് പങ്കാളികളായിട്ടുള്ളത്. സോൺ അടിസ്ഥാനത്തിലായിരുന്നു ഹിതപരിശോധന. രാജ്യത്ത് 17 റെയിൽവേ സോണുകളാണുള്ളത്. അതിൽ മൊത്തം വോട്ടിന് 30% ലഭിക്കുന്ന യൂണിയനാണ് അംഗീകാരം ലഭിച്ചിട്ടുള്ളത്. അതിൽ 33.67% വോട്ട് നേടിയാണ് CITUവിൻ്റെ സംഘടനയായിട്ടുള്ള DRU ദക്ഷിണ റെയിൽവേ എംപ്ലോയീസ് യൂണിയൻ ഇപ്പോൾ അംഗീകാരം തിരിച്ചു പിടിച്ചത്. DRUവിന് RLLF, BRES, AIRTU എന്നീ സംഘടനകളിൽ പിന്തുണ കൂടി ഉണ്ടായിരുന്നു. SRMUവിനാണ് ഏറ്റവും കൂടുതൽ പിന്തുണ ലഭിച്ചിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രീയ ആഭിമുഖ്യമില്ലാത്ത തൊഴിലാളി സംഘടനയായിട്ടുള്ള SRMUവിനാണ് ഏറ്റവും കൂടുതൽ പിന്തുണ ലഭിച്ചിട്ടുള്ളത്. അവർക്ക് 34% വോട്ടാണ് ലഭിച്ചത്. നിഷ്പക്ഷരായിട്ടാണ് അവർ അറിയപ്പെടുന്നത്. അവർക്ക് 34% വോട്ടും DRUവിന് 33.67% വോട്ടുമാണ് ലഭിച്ചത്. മാത്രമല്ല, കോൺഗ്രസിൻ്റെ സംഘടനയായിട്ടുള്ള സദേൺ റെയിൽവേ എംപ്ലോയീസ് സംഘിന് SRESന് അംഗീകാരം ലഭിച്ചില്ല. മാത്രമല്ല, സംഘപരിവാരണ സംഘടനയായിട്ടുള്ള ദക്ഷിണ റെയിൽവേ കർമ്മചാരി സംഘ് DRKSന് ഇവർക്കും അംഗീകാരം നേടാനായിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടതുപക്ഷ സംഘടനയ്ക്കും പിന്നെ നിഷ്പക്ഷ സംഘടനയ്ക്കുമാണ് അംഗീകാരം ലഭിച്ചിട്ടുള്ള ഹിതപരിശോധനയിൽ അംഗീകാരം ലഭിച്ചിട്ടുള്ളത്. കോൺഗ്രസിൻ്റെ സംഘടനയ്ക്കും സംഘപരിവാരണ സംഘടനയ്ക്കും ഈ രണ്ട് പാർട്ടികളിലെ തൊഴിലാളി സംഘടനകൾക്ക് ദക്ഷിണ റെയിൽവേ നടന്ന ഹിതപരിശോധനയിൽ അംഗീകാരം നേടാനായില്ല. 30% വോട്ട് ലഭിക്കാൻ സാധിച്ചില്ല. ഈ രണ്ട് പാർട്ടികളെന്ന കാര്യം എടുത്തു പറയുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല, നീണ്ട നിയമപോരാട്ടങ്ങൾക്ക് ശേഷമാണ് ഇവിടെ ഹിതപരിശോധന വ്യക്തമായി നടത്തുന്നത്. നേരത്തെ ഹിതപരിശോധന അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. അതിന് ഒരുപാട് ഉദാഹരണം ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് CITU നിയമപോരാട്ടം നടത്തി ഹൈക്കോടതി പോയതിനു ശേഷമാണ് വ്യക്തമായിട്ട് ഹിതപരിശോധന നടത്താനുള്ള അംഗീകാരം ലഭിച്ചത്. 2007 DRU സുപ്രീം കോടതി നടത്തിയ നിയമപോരാട്ടത്തിലൂടെയാണ് റെയിൽവേയിൽ ആദ്യമായിട്ട് രഹസ്യ ബാലറ്റിലൂടെ ഹിതപരിശോധന നടക്കുന്നതും DRU റെയിൽവേ ജീവനക്കാരുടെ അംഗീകൃത സംഘടനയാകുന്നു. 2013 രണ്ടാമത്തെ ഹിതപരിശോധനയിൽ ചെറിയ വീട്ടുകൾക്ക് സംഘടനയ്ക്ക് അംഗീകാരം നഷ്ടപ്പെട്ടിരുന്നു. ഈ കാലയളവിലാണ് കേന്ദ്ര സർക്കാർ തൊഴിലാളി വിരുദ്ധ നടപടികൾ വ്യാപകമായിട്ട് റെയിൽവേ നടപ്പിലാക്കിയതും റെയിൽവേയുടെ സ്വകാര്യവൽക്കരണം ത്വരിതപ്പെടുത്തിയതും ലക്ഷക്കണക്കിന് തസ്തികകൾ ഒഴിച്ചിട്ട് ജോലിഭാരം അമിതമായിട്ട് റെയിൽവേയിലെ തൊഴിലാളികൾക്കിടയിൽ കൂട്ടിയതും ഈ കാലയളവിലായിരുന്നു. എന്നുവെച്ചാൽ CITUവിൻ്റെ സംഘടനയ്ക്ക് അംഗീകാരമില്ലാത്ത കാലയളവിലായിരുന്നു ഇത്തരം തൊഴിലാളി വിരുദ്ധ നടപടികളുമായിട്ട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോയത്. അതിൻ്റെ കൂടി പ്രതിഷേധമായിട്ടാണ് ഇപ്പോൾ CITUവിനെ വീണ്ടും തൊഴിലാളികൾ വീണ്ടും കൊണ്ടുവന്നിട്ടുള്ള അംഗീകാരം വീണ്ടും നൽകിയിട്ടുള്ളത്. മാത്രമല്ല, 2019 നടക്കേണ്ട മൂന്നാമത്തെ ഹിതപരിശോധന അനിശ്ചിതമായി നീട്ടുന്ന സാഹചര്യമുണ്ടായി. ഇതിനെതിരെ DRU ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല വിധി നേടിയെടുത്തു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വീണ്ടും ഹിതപരിശോധന നടത്തുന്നത്. ആ ഹിതപരിശോധനയിലാണ് 33.67% വോട്ടുമായിട്ട് അംഗീകൃത യൂണിയനായിട്ട് CITUവിൻ്റെ DREU ദക്ഷിണ റെയിൽവേ എംപ്ലോയീസ് യൂണിയൻ മാറിയിട്ടുള്ളത്. മാത്രമല്ല, ഹിന്ദുസ്ഥാൻ മസ്ദൂർ സംഘിൻ്റെ മറ്റൊരു സംഘടന കൂടി മാത്രമേ അംഗീകാരം ലഭിച്ചിട്ടുള്ളൂ. കോൺഗ്രസിൻ്റെ സംഘടനയ്ക്കും സംഘപരിവാറിൻ്റെ സംഘടനയ്ക്കും ഇപ്പോൾ അംഗീകാരം ലഭിച്ചിരിക്കുകയാണ്. തൊഴിലാളികൾ തങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഏത് സംഘടനയാണെന്ന് വ്യക്തം മനസ്സിലാക്കിയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് CITUവിന് അംഗീകാരം ലഭിച്ചിട്ടുള്ളത്.